കാവ്യ വിരോധം കഥയായോ എന്ന ചോദ്യത്തിന് വിരോധം കഥയായതല്ല. പക്ഷേ ഒരു കെട്ടുകഥ പോലെയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ പല വിഷയങ്ങളിലും കുരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്നൊരു കേന്ദ്ര പദ്ധതി കൊണ്ടുവന്നു. വലിയ നിർദ്ദേശങ്ങൾ വന്നു. ബ്രാൻഡിങ് ചെയ്യണം. ആയുഷ്മാൻ ഭാരത് എന്നുള്ളത് നമ്മളുടെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ ആയുഷ്മാൻ ഭാരത് നടപ്പിലാക്കുന്ന സാഹചര്യങ്ങളിൽ എഴുതി വെക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ സംസ്ഥാനം അതിനെ എതിർത്തു. ഒടുവിൽ നിൽക്കക്കളിയില്ലാതെ നമുക്ക് ആയുഷ്മാൻ ഭാരതിനെ കീഴടങ്ങേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. നമ്മൾ വിശ്വകർമ്മയുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി കൊണ്ടുവന്നു. ആ പദ്ധതി വിശ്വകർമ്മ യോജന എന്ന പദ്ധതിയും ഒടുവിൽ നമുക്ക് അംഗീകരിക്കേണ്ടി വന്നു. പ്രൈം മിനിസ്റ്റർ കിസാൻ പദ്ധതി, അതിലും ഉണ്ടായിരുന്നു സംസ്ഥാനത്തിന് എതിർപ്പ്. ഒടുവിൽ അത് അംഗീകരിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നു? കണക്കുകൾ നമ്മളോട് പലതവണ നമ്മൾ ചർച്ച ചെയ്തതല്ലേ. പറയുന്നൊരു കാര്യമുണ്ട്. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി കേരളത്തെ മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളെയും ഞെക്കി വരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിലേറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. 28,000 കോടി രൂപയുടെ നഷ്ടമാണ് വിവിധ ഗ്രാൻഡ് ഇനങ്ങളിൽ. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ധനകാര്യ കമ്മീഷൻ്റെ വിതരണം വെട്ടിക്കുറച്ചതിനെ തുടർന്ന് ഒക്കെ നമുക്ക് നഷ്ടം വന്നിരിക്കുന്നത്. ഇതുകൂടാതെയാണ് GSTയുടെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്ന നഷ്ടപരിഹാര പാക്കേജ് അനുവദിക്കാത്തത്. ഇതുകൂടാതെയാണ് കിഫ്ബിയും പെൻഷൻ ഫണ്ടിൽ നിന്നും നമ്മൾ പണം കടമെടുക്കുന്നത് സംബന്ധിച്ചുകൊണ്ട് ഒരു വലിയ രീതിയിൽ അത് നമ്മളുടെ ഉത്തരവാദിത്വമായി കണക്കാക്കി ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ആക്ട് പ്രകാരം ഇനി നമുക്ക് കടമെടുക്കാൻ കഴിയില്ല. 1% കടമെടുത്താൽ 10,000 കോടി കിട്ടും എന്നറിയണം. പ്രേക്ഷകർ ഓർമ്മിക്കേണ്ടത് നമുക്കിവിടെ പെൻഷൻ കൊടുക്കാൻ വേണ്ടി ഒരു മാസം ചിലവാകുന്നത് 900 കോടി രൂപയാണ്. അപ്പോൾ 1% നമുക്ക് പെൻഷൻ എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പോലും ഒരു 10,000 കോടി രൂപയുടെ വർധനവ് നമുക്കുണ്ടാവും. അത് നമുക്ക് വെട്ടി. അത് പെൻഷൻ ഫണ്ടിനെയും കിഫ്ബിയെയും ചൂണ്ടിക്കാട്ടി. ഗ്രാൻഡ്സ് നീഡ് അത് വെട്ടി. അത് ധനകാര്യ കമ്മീഷൻ്റെ മാർഗനിർദ്ദേശങ്ങളിലും അവരുടെ ഫ്രെയിംവർക്കിലും കേരളത്തിനും അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ദോഷകരമാവുന്ന കാറ്റഗറികൾ കൊണ്ടുവന്നു. അതും വലിയ രീതിയിൽ നഷ്ടമുണ്ടായി. 3.4 നിന്ന് 1.9 വെട്ടിക്കുറച്ചു. അങ്ങനെ സാമ്പത്തികമായി കേരളത്തെ പാപ്പരാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ 2022-23 വരെ കൊടുത്തിരുന്നതാണ് ഏത് ഈ സർവശിക്ഷാ അഭിയാൻ്റെ പദ്ധതി 1,003 കോടി രൂപയോ മറ്റോ കഴിഞ്ഞ അക്കാദമിക് ഇയറിൽ നമുക്ക് കിട്ടി. പക്ഷേ ഈ അക്കാദമിക് ഇയർ ആയപ്പോഴേക്കും ഒന്നും പറയാതെ സർവശിക്ഷാ അഭിയാൻ്റെ ഫണ്ട് റിലീസ് ചെയ്യുന്നില്ല. ഇന്ത്യൻ എക്സ്പ്രസിൽ നിന്ന് കിട്ടിയ ഒരു ദേശീയ വാർത്ത മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. അത് പറയുന്നത് സർവശിക്ഷാ അഭിയാൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ശ്രീ പദ്ധതിയിൽ ഒപ്പിടാത്ത സംസ്ഥാനങ്ങൾക്ക് കൊടുക്കൂല. സംഭവം ശരിയാണ്. ഓക്കെ, ഇപ്പോൾ ബംഗാളിന് കിട്ടിയിട്ടില്ല, പഞ്ചാബിന് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ അക്കാദമിക് ഇയറിൽ സർവശിക്ഷാ അഭിയാൻ റിലീസ് ചെയ്തു. ഇക്കുറിയുള്ള 1000 കോടി ഇനി വരാൻ പോകുന്ന അക്കാദമിക് ഇയറിലും ഇത് ഉണ്ടാവും. മാത്രമല്ല ഇത് വരാൻ പോകുന്ന കുടിശ്ശികയുണ്ട്. മറ്റു കാരണങ്ങളുടെ പുറത്താണ്. അത് ചില ടെക്നിക്കൽ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് ഈ അടുത്ത 5 വർഷത്തേക്ക്, അതായത് 2022 മുതൽ 2027 വരെ പ്രൈം മിനിസ്റ്റർ ശ്രീ പദ്ധതി നടപ്പാക്കാത്ത സംസ്ഥാനങ്ങളിലൊന്നും തന്നെ കാര്യമായി SSA ഫണ്ട് റിലീസ് ചെയ്യൂല. പഞ്ചാബിൽ, അതേപോലെ തമിഴ്നാട്ടിൽ, ഡൽഹിയിൽ. കാര്യം ഈ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഡൽഹിയിൽ പ്രൈം മിനിസ്റ്റർ ശ്രീ പദ്ധതിയേക്കാൾ മെച്ചപ്പെട്ട പദ്ധതി അവിടെ ആം ആദ്മി പാർട്ടി കൊണ്ടുവന്നു. ഏറ്റവും മികച്ച സംവിധാനമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്ന സ്കൂൾ ഓഫ് എമിനൻസ്. ഇന്നും ഡൽഹി മോഡൽ എന്ന് പറയുന്നത് ആ രീതിയിൽ തന്നെ ആഘോഷിക്കപ്പെട്ട ഒന്നാണ്. അവർ വേണ്ടെന്ന് വെച്ചു. പ്രൈം മിനിസ്റ്റർ ശ്രീ പദ്ധതി ഓപ്റ്റ് ഔട്ട് ചെയ്തു. ഡൽഹിക്ക് പണം കൊടുത്തില്ല. പഞ്ചാബിലേക്ക് വരുമ്പോൾ പണം കൊടുക്കാത്ത സാഹചര്യം ഉണ്ടാവുന്നു. തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ അവർ പ്രൈം മിനിസ്റ്റർ ശ്രീ പദ്ധതി എതിർത്തത് ഒരൊറ്റ NEP എതിർത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ത്രിഭാഷയാണ്. അവിടെ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ഒരു ശ്രമം വരുന്നു. ഇന്ത്യ വരെ തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു നീക്കം നടന്നിട്ടില്ല. അതവരെ ശക്തിയുക്തം ഇതെല്ലാവരും എതിർത്തു. BJP ഒഴിച്ച് ബാക്കി എല്ലാവരും ഒരുമിച്ച് ആ വിഷയത്തിൽ നിൽക്കുകയും ചെയ്തു. ബംഗാളിൽ വന്നത് പ്രൈം മിനിസ്റ്റർ ശ്രീ എന്നുള്ളത് ബ്രാൻഡ് ചെയ്യാൻ കഴിയില്ല എന്ന നിലപാട് മമതാ ബാനർജി എടുത്തു. അവിടെയും പണം റിലീസായില്ല. എൻ്റെ ചോദ്യം ഇതാണ്, സർവശിക്ഷാ അഭിയാനും പ്രൈം മിനിസ്റ്റർ ശ്രീ പദ്ധതിയും തമ്മിൽ എന്ത് ബന്ധം? ആ ചോദ്യത്തിന് ഇതുവരെ തൃപ്തികരമായ ഒരു ഉത്തരം കിട്ടിയിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ്? ഇന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു സർവശിക്ഷാ അഭിയാനിൽ ഇപ്പോൾ കുടിശ്ശികയായിരിക്കുന്ന 1,466 കോടി രൂപ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് റിലീസ് ചെയ്തിരുന്നുവെങ്കിൽ ഈ പ്രൈം മിനിസ്റ്റർ ശ്രീ പദ്ധതിയിൽ നമ്മൾ ഒപ്പിടില്ലായിരുന്നു. അപ്പോൾ ഒരു ചോദ്യം വരും, നമുക്ക് തമിഴ്നാടിനെ പോലെ കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്താൽ പോരെ എന്നുള്ളതാണ് ചോദ്യം. തമിഴ്നാടിനെ പോയി കോടതിയിൽ ഫൈറ്റ് ചെയ്ത് എത്ര കാലം നീളും? ഈ സർക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ അടുത്ത 6 വർഷം, ഈ അടുത്ത 6 മാസത്തിനുള്ളിൽ. അത് കഴിഞ്ഞ് പുതിയ സർക്കാർ വരണം. അത് പുതിയ സർക്കാരല്ലേ വരുന്നത്. ഈ സർക്കാർ തുടരാൻ പറ്റില്ലല്ലോ. പുതിയ സർക്കാർ അത് LDF ആണെങ്കിലും UDF ആണെങ്കിലും വരുന്നത് അടുത്ത മെയ് മാസത്തോടു കൂടി പുതിയ സർക്കാർ വരും. ആ സർക്കാർ വരുന്നതിന് മുൻപ് ഈ സർക്കാരിൻ്റെ സർവശിക്ഷാ അഭിയാൻ്റെ ഭാഗമായിട്ടുള്ള അധ്യാപകർക്ക് ശമ്പളം കിട്ടുന്നില്ല. അവർക്ക് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാവുന്നു. സർവശിക്ഷാ അഭിയാൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ മുഴുവൻ സംവിധാനങ്ങളും താളം തെറ്റുന്ന അവസ്ഥ. ഭീമമായ തുക 1,566 ചെറിയ തുകയല്ല. അത് കേരളത്തെ സംബന്ധിച്ച്, ഞാനതാണ് ഈ പെൻഷൻ്റെ കണക്ക് ആദ്യം പറഞ്ഞത്. ഓരോ തരത്തിലും കേരളത്തെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പദ്ധതിയെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തെ വീണ്ടും വിദ്യാഭ്യാസ മേഖലയെ ഞെരുക്കാൻ പോകുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാമോ എന്തുകൊണ്ടാണ് നമ്മളെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കുന്നത്? വിദ്യാഭ്യാസ മേഖലയിൽ ഇത്തരം കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ സഹായമില്ലാതെ തന്നെ നമ്മൾ മികവ് തെളിയിച്ചിട്ടുണ്ടെന്നേ.
അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ നമ്മൾ മികവ് തെളിയിച്ചിട്ടുണ്ട്. നമ്മൾ എൻറോൾമെന്റിന്റെ കാര്യത്തിൽ മികവ് തെളിയിച്ചിട്ടുണ്ട്. അതിന് കേന്ദ്ര സർക്കാർ തന്നെ നമുക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട് സുജയ. ഇപ്പോൾ നോക്കൂ, ഇന്ത്യയുടെ മൊത്തം എൻറോൾമെന്റ് റേഷ്യോ ഒന്നാം ക്ലാസ്സിൽ രജിസ്റ്റർ ചെയ്യുന്ന 100 കുട്ടികൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ 10ാം ക്ലാസ്സിലേക്ക് എത്തുന്നത് ദേശീയ ശരാശരി പ്രകാരം 62 കുട്ടികൾ മാത്രമാണ്. നമ്മുടെ സംസ്ഥാനത്തോ 1ാം ക്ലാസ്സിൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരു കുട്ടി, അത് 100 കുട്ടികൾ രജിസ്റ്റർ ചെയ്താൽ 99.5% കുട്ടികളും 10ാം ക്ലാസ്സിലേക്ക് എത്തുന്നു. എൻറോൾമെന്റ് റേഷ്യോയിൽ മികച്ചു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെയോ പ്രൈം മിനിസ്റ്റർ ശ്രീ പദ്ധതി വന്നതുകൊണ്ടോ NEP വന്നതുകൊണ്ടോ അല്ല. നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാരും അതേപോലെ തന്നെ നമ്മളുടെ പൊതുസമൂഹവും കൊടുക്കുന്ന ജാഗ്രതയാണ് അതിൻ്റെ കരുത്ത്. അതുകൊണ്ടാണ് 1ാം ക്ലാസ്സിൽ ഒരു കുട്ടി ജോയിൻ ചെയ്താൽ അവന് 100% പ്രോബബിലിറ്റി അവൻ 10ാം ക്ലാസ്സിൽ എത്തും എന്നുള്ളത് കേരളത്തിൽ. എന്നാൽ നിങ്ങൾ ഉത്തർപ്രദേശിലേക്ക് പോയി നോക്ക്. ഉത്തർപ്രദേശിൽ 1ാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന 100 കുട്ടികളിൽ 49 കുട്ടികളെ 10ാം ക്ലാസ്സിൽ എത്തുന്നുള്ളൂ. 51 കുട്ടികൾ ക്ലാസ്സിന് പുറത്തു പോവുകയാണ്. ദേശീയ ശരാശരിയിൽ 1ാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന 100 കുട്ടികളിൽ 37 പേര് പുറത്തു പോകുന്ന സാഹചര്യമുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് 100 കുട്ടികൾ 1ാം ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ ആ 100 കുട്ടികൾ 99.5 കുട്ടികൾ ഉണ്ടാവും. അതായത് 200 കുട്ടികൾ ജോയിൻ ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു കുട്ടി മറ്റെന്തോ കാരണങ്ങളാൽ പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. ഇതാണ് നമ്മുടെ എൻറോൾമെന്റ് റേഷ്യോയിലെ മികവ്. അടിസ്ഥാന സൗകര്യ വികസനത്തിലേക്ക് വന്നാലോ, ദേശീയ ശരാശരിയിൽ 57.9% സ്കൂളുകളിൽ മാത്രമാണ് കമ്പ്യൂട്ടർ സംവിധാനമുള്ളത്. ഇന്റർനെറ്റ് സംവിധാനമുള്ളത് 52% മാത്രമാണ്. എന്നാൽ കേരളത്തിലേക്ക് വന്നാലോ 99.1% കേരളത്തിൽ പ്രൈവറ്റും സർക്കാരും കൂടെ എടുത്താൽ. സർക്കാരിന് മാത്രം എടുത്താലോ 99.3%. അപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ, എൻറോൾമെന്റ് റേഷ്യോവിൻ്റെ കാര്യത്തിൽ രാജ്യത്ത് തന്നെ മുൻപന്തിയിൽ നിൽക്കുന്നുവെന്ന് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ സർവശിക്ഷാ അഭിയാൻ ഫണ്ട് പിടിച്ചു വയ്ക്കുന്നതിൻ്റെ ലോജിക്കലായിട്ടുള്ള ഒരു ഉത്തരം, ഒരു വിശദീകരണം ഇന്നേ വരെ നമുക്ക് കിട്ടിയിട്ടില്ല. അതിന് രഹസ്യമായി നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഒരു ഒത്തുതീർപ്പുണ്ടായിരിക്കുന്നു. പ്രൈം മിനിസ്റ്റർ ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടാൽ ബാക്കിയുള്ള സർവശിക്ഷാ അഭിയാൻ്റെ ഈ പണം തുറന്നുവിടാം എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള എതിർപ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത എതിർപ്പുകളുണ്ട്. അതിൽ ഒരു 3-4 എതിർപ്പുകൾ ഞാൻ വളരെ വേഗം പറയാം. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ബ്രാൻഡിംഗ് ആയിട്ട് മാറുമെന്നുള്ളതാണ്. സംശയമൊന്നുമില്ല, 100% അങ്ങനെയാണ്. കാരണം ഞാൻ ഈ PMC പദ്ധതിയുടെ ഫ്രെയിംവർക്ക് എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് അതിൽ പറയുന്നുണ്ട്, NEP ഗൈഡ് ലൈൻ അനുസരിച്ചുള്ള കരിക്കുലം ഫ്രെയിംവർക്കാണ് അവിടെ ഉണ്ടാവുന്നത്. സ്ട്രക്ചറും അങ്ങനെ തന്നെയാണ്, കരിക്കുലവും അങ്ങനെ തന്നെയാണ്, പാഠ്യപദ്ധതിയും അങ്ങനെ, ഘടനയും അങ്ങനെ തന്നെയായിരിക്കണം. അപ്പോൾ NEPയുടെ ബ്രാൻഡായിട്ടാണ് ഈ പ്രൈം മിനിസ്റ്റർ സ്കൂൾ പദ്ധതിയെ ആവിഷ്കരിച്ചിരിക്കുന്നത്. നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ ഒരു പ്രശ്നം അവിടെയുണ്ട്. കേരളത്തിൽ 168 ബ്ലോക്കുകളിലായിട്ട് 336 സ്കൂളുകളിലാണ് ഇത് നടപ്പിലാക്കാൻ പോവുക. അവിടെ നമ്മൾ ഇപ്പോൾ തുടരുന്ന +2 സംവിധാനമല്ല വരാൻ പോകുന്നത്. 3ാം ക്ലാസ് 3 വയസ്സുമുള്ള കുട്ടി മുതൽ സ്കൂൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാവും. 3, 4, 5, 6, 7 വയസ്സ് വരെ കുട്ടി ഒരു ഘട്ടത്തിൽ പഠിക്കും, അതായത് 5. അത് കഴിഞ്ഞാൽ പിന്നീട് 3 വർഷം അടുത്ത ഘട്ടം 5+3. അത് കഴിഞ്ഞാൽ അതായത് 8, 9, 10 വയസ്സാകുമ്പോഴേക്ക് കുട്ടി അടുത്ത ലെവലിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞാൽ വീണ്ടും കുട്ടിക്ക് 11, 12, 13 വയസ്സാകുമ്പോൾ കുട്ടി അടുത്ത ലെവലിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞാലാണ് 9, 10, 11, 12 ക്ലാസ്സുകളിലായിട്ട് 4 എന്ന് പറയുന്ന അടുത്ത ഘട്ടം ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ളൊരു ഘട്ടമായിട്ടത് മാറും. അത് കേരളത്തിലെ സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ തന്നെ ഘടനാപരമായൊരു വ്യത്യാസം ഉണ്ടാക്കും എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഇതെന്താ സംഭവിക്കാൻ പോകുന്നത്? ഒന്നുകിൽ മൊത്തം നമ്മൾ ഈ ഘടനയിലേക്ക് മാറേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. അതല്ലാതെ വരെ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഇതൊരു ടെസ്റ്റ് ഡോസ് ആണ്. ആ ടെസ്റ്റ് ഡോസ് ആണ് ഇതിൻ്റെ ബ്രാൻഡിംഗ് ആണ്. അതിനെ എതിർക്കുന്നവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഇതെങ്ങനെയാണ് ഈ പദ്ധതി, ഈ സർവശിക്ഷാ അഭിയാനിൻ്റെ ഫണ്ട് റിലീസ് ചെയ്യും, PMC പദ്ധതിയിൽ ഒപ്പിട്ടാൽ എന്ന് എവിടെയാണ് നമ്മൾ കണ്ടത്? എവിടെയാണ് അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തത്? ഏത് ചർച്ചയിലാണ് നമുക്കിത് കിട്ടിയത്? ഇപ്പോൾ അഭ്യൂഹങ്ങളുള്ളത് പ്രധാനമന്ത്രി ഡൽഹിയിൽ പോയി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഇങ്ങനെയൊരു നീക്കമുണ്ടായതും. മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇങ്ങനെയൊരു നീക്കമുണ്ടായതെന്നും ഈ ധർമ്മേന്ദ്ര പ്രധാനെ വിദ്യാഭ്യാസ മന്ത്രി കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആരാണ് ഈ തീരുമാനമെടുത്തത്? അതും അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മൂന്നാമത്തെ ഒരു കാര്യം, ആരോഗ്യ മേഖലയിലെയോ കൃഷി മേഖലയിലെയോ, അതായത് PM കിസാൻ നിധി പോലെയോ ആയുഷ്മാൻ ഭാരത് പോലെയോ വിശ്വകർമ്മ യോജന പോലെയോ അല്ല. വിദ്യാഭ്യാസ മേഖലയുടെ കാര്യത്തിൽ വന്നാൽ അത് കൺകറണ്ടാണ്. അവിടെ കേന്ദ്രത്തിന് ഏത് നിമിഷം വേണമെങ്കിലും നിങ്ങൾക്ക് ഇടപെട്ടുകൊണ്ട് നിങ്ങളുടെ സംവിധാനങ്ങളെ മാറ്റാൻ കഴിയുന്ന ഒരു ശേഷിയുണ്ട് എന്നുള്ളതാണ്. ആരോഗ്യ മേഖല അങ്ങനെയല്ല, പൂർണ്ണമായിട്ട് സംസ്ഥാനത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. അതിനൊക്കെ ഒരു പരിധിയുണ്ട് എന്നുള്ളതാണ്. നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് മുൻകാല പ്രാബല്യത്തോടു കൂടി നമുക്ക് ഈ പണം കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം. അത് വളരെ നാമമാത്രമായ തുകയാണ്. അതായത് PMC പദ്ധതി പ്രകാരം നമുക്ക് കിട്ടാൻ പോകുന്ന തുക അത്ര വലിയ തുകയേ അല്ല എന്നുള്ളതാണ് എൻ്റെയും നിലപാട്. അത് കൂടി സ്മൃതി പറഞ്ഞത് കിട്ടില്ല.
മുൻകാല പ്രാബല്യത്തിൽ കിട്ടില്ല. ഇനിയുള്ളത് 2 വർഷത്തേക്കാണ്. അതായത് ആകെ 1,13,00,000 രൂപയാണ്. അതിൽ 60 ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ തരും, 45 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരും കൊടുക്കണം. 60-40 ആണ് അനുപാതം. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ മൊത്തം രാജ്യത്ത് തന്നെ നടപ്പിലാക്കുന്നതിൽ 27,000 കോടിയിൽ 9,000 കോടിയുടെ ബാധ്യതയും വഹിക്കേണ്ടത് സംസ്ഥാനങ്ങളാണ്. ഇതാണ് ഇതിന്റെ പ്രോജക്റ്റിന്റെ ഡിസൈൻ തന്നെ. അപ്പോൾ 336 സ്കൂളുകളിലും അത് നടപ്പിലാക്കുകയാണെങ്കിൽ അതിന്റെ 60%, ഞാൻ കഴിഞ്ഞ ദിവസം കണക്ക് പറഞ്ഞു, 200 കോടിയിൽ താഴെയാണ്. പക്ഷേ ഇപ്പോൾ അതും കൊടുക്കേണ്ടി വരില്ല. ഇനി ആകെ ഈ പദ്ധതിക്ക് അവശേഷിച്ചിരിക്കുന്നത് 25-26, 26-27 2 അക്കാഡമിക് ഇയർ മാത്രമാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് കിട്ടാവുന്ന തുക 3 വർഷം നമ്മൾ പാഴാക്കി, വളരെ മിനിമമാണ് എന്നുള്ളതാണ്. അപ്പം അതിലും നമുക്ക് മുൻകാല പ്രാബല്യത്തോടെ കിട്ടാൻ സാധ്യതയില്ല. വ്യവസ്ഥകൾ പാലിച്ചാൽ മാത്രമേ തുടർ ഫണ്ടുകൾ ലഭ്യമാകൂ എന്നിരിക്കെ ഈ PMC പദ്ധതി നടപ്പിലാക്കും, പക്ഷേ NEP നടപ്പിലാക്കൂല എന്ന് പറയുന്നതിനകത്ത് ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട്. പക്ഷേ അതിന് അനുകൂലിക്കുന്നവരുടെ വാദം, തോമസ് ഐസക് അടക്കമുള്ളവരുടെ പ്രധാനപ്പെട്ട വാദങ്ങളിലൊന്ന് നേരത്തെ നമ്മളിവിടെ ചർച്ച ചെയ്തതാണ്. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് മാത്രമല്ല, സ്റ്റേറ്റ് കരിക്കുലം ഫ്രെയിംവർക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ SCERTക്ക്, നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ ഗവേഷണ വിഭാഗത്തിന് പാഠപുസ്തകം തയ്യാറാക്കാം. ആ കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കുന്നതിൽ തടസ്സമില്ല. പക്ഷേ NEP ഡിസൈനിലായിരിക്കണം. എന്തായിരിക്കണം NEP ഡിസൈൻ? ഘടനാപരമായത് NEP-ലായിരിക്കണം എന്നുള്ളതാണ്. തോമസ് ഐസക്കിനും അതിൽ എത്രത്തോളം വിശ്വാസം, പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, പിന്നെ വേണമെങ്കിൽ ഒരേ NEP ഇവിടെ വരികയാണ്. ഒരേ NEP നിങ്ങൾ നേരത്തെ സുജയ പറഞ്ഞതുപോലെ കേന്ദ്രീയ വിദ്യാലയങ്ങളിലും നവോദയ വിദ്യാലയങ്ങളിലും എല്ലാം NEP വന്നു കഴിഞ്ഞു. അപ്പോൾ അതേസമയം അതേ ഘടന അനുസരിച്ച് നമ്മൾ ഇവിടുത്തെ കുട്ടികൾ പഠിക്കുമ്പോൾ പാഠപുസ്തകങ്ങളിൽ വരുന്ന കണ്ടന്റുകൾ, ആ കണ്ടന്റുകൾ ഒരു പരിധിവരെ ഫിൽറ്ററിംഗ് ഒക്കെ ഇവിടെ സാധ്യമാവും. നമ്മുടെ അധ്യാപകരൊന്നും അത്ര മണ്ടന്മാരല്ല. നമ്മുടെ അധ്യാപകൻ നമ്മളുടെ അംബേദ്കർ ആത്മഹത്യ ചെയ്തത് എന്തിന് എന്ന് ഗുജറാത്തിൽ ചോദിച്ച പോലെ ഒരു ചോദ്യം കേരളത്തിലെ ഒരു അധ്യാപകനും ഒരു ചോദ്യപേപ്പറിലും ഇല്ല. അതെനിക്ക് ഉറപ്പാണ്. എനിക്ക് അധ്യാപകരിൽ വിശ്വാസമാണ്. അധ്യാപകരെ നിയന്ത്രിക്കുന്ന ഒരു വിഭാഗം PT-യിലും വിശ്വാസമാണ്. അത് നമ്മൾ പള്ളുരുത്തിയിൽ കണ്ട PT-യെ പോലെയല്ല, അല്ലാത്ത PT-യിലും അത് പൊതുവിദ്യാലയങ്ങളിലെ PT വളരെ ശക്തമാണ്. അവിടെയുള്ള പൊതുസമൂഹവും വളരെ ശക്തമാണ്. അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ സ്റ്റേറ്റിന് ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് ഉണ്ടാക്കാം. പക്ഷേ പാഠ്യപദ്ധതിയുടെ വ്യത്യാസം എത്രത്തോളം ഉണ്ടാകും എന്നുള്ളതാണ്. വർഗീയമായ ചേരുവകൾ വരുന്നതിനെ ഒരു പരിധിവരെ സ്റ്റേറ്റ് കരിക്കുലം ഫ്രെയിംവർക്കിലെ SCERTയുടെ പാഠ്യപദ്ധതിയിലെ കരിക്കുലം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തടയാനും സാധിക്കും. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇതുവരെ വാങ്ങിയെടുത്ത പണത്തിനേക്കാൾ നമ്മൾ ഇതുവരെ വാങ്ങിയെടുത്ത പണം നമുക്ക് കിട്ടുന്നു. 1,466 കോടി രൂപ നമുക്ക് ഈ അടുത്ത ഒരു അക്കാഡമിക് ഇയറിലേക്ക് കിട്ടുന്നു എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല. അത് സ്വാഭാവികമായും ഒരു സർക്കാർ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ആ എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ചെറിയ എമൗണ്ട് അല്ല. അതുകൊണ്ട് തന്നെ ഇത് വാങ്ങിയെടുക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഞാൻ VD സതീശനോടൊപ്പം യോജിക്കുന്നു. ഏത് കാരണം പറഞ്ഞാണെങ്കിലും അത് പിടിച്ചു നിർത്താൻ സാധ്യമല്ല. പക്ഷേ കോടതിയിൽ പോയാലുള്ള പ്രശ്നം ഇത് അനന്തമായി നീളുകയും അത് അടുത്ത 6 മാസത്തിനുള്ളിൽ സാധ്യമാവുന്ന ഒരു വിഷയമല്ല എന്നുള്ളതാണ്. പിന്നെ പേരുമായി ബന്ധപ്പെട്ട് അത് അതിനകത്ത് കേരളത്തിൽ ഒരു ബോധറേഷനും വേണ്ട കാര്യമില്ല. ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ശ്രീ ആ പേര് വയ്ക്കേണ്ടി വരും, അതിനകത്തൊരു സംശയമില്ല. പക്ഷേ പ്രൈം മിനിസ്റ്റർ ശ്രീ എന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ഇപ്പോൾ നാരായണ ഗുരുവിൻ്റെതാണെങ്കിൽ നാരായണ ഗുരുവിൻ്റെ, ചട്ടമ്പി സ്വാമിയുടേതാണെങ്കിൽ ചട്ടമ്പി സ്വാമിയുടെ, വാഗ്ഭടാനന്ദൻ്റെ അംബേദ്കറിൻ്റെ പേര് അംബേദ്കർ, അയ്യങ്കാളിയുടെ പേര് അയ്യങ്കാളി വയ്ക്കാൻ പറ്റും. അപ്പോൾ പ്രൈം മിനിസ്റ്റർ ശ്രീ അയ്യങ്കാളി മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പേര് മാറും, അത്രേ ഉള്ളൂ. അതിൽ വേറെ സാങ്കേതിക പ്രശ്നമില്ല. ബോർഡ് നമുക്ക് പ്രശ്നമല്ല. അത് ഇപ്പോൾ ബോർഡ് പ്രശ്നമായിരിക്കുന്നത് വെസ്റ്റ് ബംഗാളിൽ മാത്രമാണ്. അന്നും ബോർഡ് നമുക്ക് പ്രശ്നമായിരുന്നില്ല. ആയുഷ്മാൻ ലൈഫിൽ മാത്രമായിരുന്നു ബോർഡ് പ്രശ്നമായിരുന്നത്. അപ്പോൾ അതും പ്രശ്നമല്ല. മൂന്നാമത്തത് ഭാഷയുടെ കാര്യത്തിൽ അത് കേരളത്തിൽ ഒട്ടും വിഷയമല്ല. കേരളത്തിൽ ഇപ്പോൾ തന്നെ കുട്ടികൾ ഒന്നിലധികം ഭാഷകൾ ഇഷ്ടപ്പെട്ട വിഷയം ഹിന്ദി പഠിക്കുന്നുണ്ട്. UP സ്കൂൾ മുതൽ തന്നെ ഹിന്ദി പഠിച്ചു വരുന്നുണ്ട്. അതിലൊന്നും കേരളത്തിനും എതിർപ്പില്ല. എതിർപ്പുണ്ടാകുന്ന ഒരേ ഒരു വിഷയം, ഇത് NEP-യുടെ ഒരു ടെസ്റ്റ് ഡോസായി വരികയും ബാക്കി എല്ലാ സ്കൂളുകളിലേക്കും അത് വരികയും നമ്മുടെ ഫെഡറൽ സംവിധാനത്തെ തകർത്തുകൊണ്ട് ഈ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിദ്യാഭ്യാസത്തിൽ കേന്ദ്രത്തിൻ്റെ പദ്ധതികളായി ഇത് ആവിഷ്കരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് ഗൗരവമേറിയ വിഷയമാണ്. അതിനെ ഈ PMC പദ്ധതി നടപ്പിലാക്കി ഞങ്ങൾ NEP എതിർക്കും എന്ന് പറയുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണ് വിശ്വസിക്കാൻ. അതിന് കൃത്യമായ വിശദീകരണം വരണം. ഇതുവരെ ലോജിക്കലായ റാഷണലായ യുക്തിഭദ്രമായ ഒരു വിശദീകരണം വന്നിട്ടില്ല എന്നത് തന്നെയാണ് എൻ്റെയും ഈ വിഷയത്തിൽ. ഒരു ബ്രേക്കിംഗ് വാർത്ത കൂടി ഉണ്ട് കേട്ടോ. CPI നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല, എതിർപ്പ് ശക്തമായി തുടരാൻ CPIയുടെ എക്സിക്യൂട്ടീവിൽ തീരുമാനമായിരിക്കും. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പം നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞല്ലോ, ഇപ്പോൾ നിലവിൽ ഈ PM ശ്രീ ഡാഷ്ബോർഡിലേക്ക് വന്നിരിക്കുന്നത് ആകെ സ്കൂളുകളിൽ 10,077 എണ്ണമാണ്. അതിലിപ്പോൾ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ 839 കേന്ദ്രീയ വിദ്യാലയവും 599 നവോദയ വിദ്യാലയവും മാത്രമാണ് കേന്ദ്രം നടത്തുന്നത്. ബാക്കി സ്റ്റേറ്റ് റൺ ആയിട്ടുള്ള 8,639 സ്കൂളുകളിൽ സംസ്ഥാന സർക്കാരുകൾ, അതാത് സംസ്ഥാന സർക്കാരുകളാണ് സിലബസ് അല്ലെങ്കിൽ മാറ്റങ്ങൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അല്ല, എല്ലാ സ്റ്റേറ്റും അല്ല. BJP ഭരിക്കുന്ന സ്റ്റേറ്റ് എല്ലാം അതേപടി ഡിക്റ്റോ കോപ്പിയാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റേറ്റ് കരിക്കുലം ഫ്രെയിംവർക്കോ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കോ നമുക്ക് പാലിക്കാം എന്നുള്ളതാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഈ
NEP പദ്ധതിയും ഈ പറയുന്ന PMC പദ്ധതിയും നടപ്പിലാക്കിയിട്ടുണ്ട്. അത് കർണാടകയാണെങ്കിലും ശരി, തെലങ്കാനയാണെങ്കിലും ശരി, ഹിമാചൽ പ്രദേശ് ആണെങ്കിലും ഇവിടെ എല്ലാം തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. എതിർപ്പാകെ പറഞ്ഞത് പശ്ചിമ ബംഗാളും ഇപ്പോൾ നിലവിൽ പശ്ചിമ ബംഗാളും തമിഴ്നാടും പഞ്ചാബും ഡൽഹിയുമാണ് ഇതിനകത്ത് എതിർപ്പ് പ്രയോഗിച്ചത്. അവർക്ക് ഡൽഹിയും പഞ്ചാബും സ്റ്റേറ്റ് മാറി. അവിടെ ആം ആദ്മി സർക്കാർ ഇതിലേക്ക് വന്നു. BJP അവിടെ വരുന്നതോടുകൂടി അവിടുത്തെ PMC പദ്ധതിയിലെ വിഷയവും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ നമ്മൾ ഗൗരവമായി കാണേണ്ട വിഷയം, ഇതിനെ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്ത് നിങ്ങൾ PMCയിൽ ഒപ്പിട്ടാൽ മാത്രമേ PMC പദ്ധതിയുമായി ഒരു ബന്ധവുമില്ലാത്ത സർവശിക്ഷാ അഭിയാന്റെ ഫണ്ട് റിലീസ് ചെയ്യും. അങ്ങനെ ബ്ലാക്ക്മെയിലിംഗിന് വഴങ്ങിയ ഒരു സർക്കാരാണോ ഇവിടെ 100% ആ ബ്ലാക്ക്മെയിലിന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ബ്ലാക്ക്മെയിലിന് വഴങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. 1466 കോടി രൂപ എന്തുകൊണ്ട് നൽകുന്നില്ല? സർവശിക്ഷാ അഭിയാനും PMC പദ്ധതി തമ്മിൽ എന്ത് ബന്ധം? PMC പദ്ധതി വരുന്നത് 2022-23 സർവശിക്ഷാ അഭിയാൻ വരുന്നത് അതിന് എത്രയോ കാലം മുമ്പ്. 2018-2019 കേന്ദ്ര ബജറ്റിലാണ് ഈ പദ്ധതികളെല്ലാം സംബന്ധിച്ചിട്ടുള്ള ആദ്യത്തെ പ്രഖ്യാപനം വന്നത്. ഈ ഫണ്ട് വകയിരുത്തുന്നത് അടക്കം വന്നത് അതിനുശേഷമുള്ള ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അതിൽ എന്താ ബന്ധം? PMC പദ്ധതിയും സർവശിക്ഷാ അഭിയാനും തമ്മിൽ എന്താ ബന്ധം? പറയൂ. എന്തുകൊണ്ട് PMC പദ്ധതി നടപ്പിലാക്കിയില്ല എന്ന് പറഞ്ഞ 1466 കോടി രൂപ അനുവദിക്കുന്നില്ല? PMC പദ്ധതിയിലൂടെ കൊണ്ടുവരുന്ന ഫേസ് ലിഫ്റ്റ് എല്ലാം ഈ SSAയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. SSAയുമായിട്ട് അതിന് ഒരു ബന്ധവുമില്ല. സർവശിക്ഷാ അഭിയാനുമായിട്ട് PMCക്ക് ബന്ധമില്ല. അതിന് ആകെ ബന്ധമുള്ളത് NEPയുമായിട്ട് മാത്രമാണ്. NEPയുടെ ടെസ്റ്റ് ഡോസ് ബ്രാൻഡിംഗ് ആണ് യഥാർത്ഥത്തിൽ PMC. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ SSA തടഞ്ഞു വയ്ക്കുന്നത് ഈ പറയുന്ന രീതിയിൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. അതിന് കോടതിയിലേക്ക് പോയി വ്യവഹാരങ്ങളിലേക്ക് പോയാൽ അത് ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ട് സംസ്ഥാന സർക്കാരിന് വേറെ വഴിയില്ല എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അപ്പോൾ കാവ്യ വിരോധമാണോ എന്ന് ചോദിച്ചാൽ കാവ്യ വിരോധമല്ല എന്നതാണ് എന്റെയും സുജയുടെയും നിലപാട്. അങ്ങനെയാണെന്ന് തോന്നുന്നു. അതായത് കാവ്യ വിരോധം ഇപ്പോഴും ഉണ്ട്, സ്റ്റിൽ എക്സിസ്റ്റ്. ശരി. അപ്പോൾ താങ്കൾക്കടക്കം അതുള്ളപ്പോൾ ഞാൻ ഇല്ലെന്ന് അല്ലല്ല, കാവ്യ വിരോധത്തിന്റെ പ്രശ്നമല്ലെന്നേ. ഇവിടുത്തെ പ്രശ്നം എന്താ? ഭരണഘടനാപരമായ അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഫെഡറലിസത്തെ തകർക്കുന്നു. ഇതൊക്കെയാണ് വിഷയം. Meet the editors.